ഞാനിപ്പോ ഇപ്പോഴത്തെ കുട്ടികളിങ്ങനെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ചിരിക്കലുണ്ട്. എന്റെ ഓഫീസിൽ ഇപ്പം 25,000 30,000 ഒക്കെ സാലറി വാങ്ങുന്ന കുട്ടികളുണ്ടാവും. അവരാദ്യം പോയിട്ട് ആദ്യം ഒരു ഐഫോൺ മേടിക്കും EMI, പിന്നെ ഒരു ബൈക്ക് മേടിക്കും EMI, പിന്നെ കാറ് മേടിക്കും EMI, പിന്നെ ഒരു മാക്ബുക്ക് പ്രോ ഒരു EMI. അതായത് സാലറി വന്ന 5ാമത്തെ ദിവസം പിന്നെ ഒരു 20ാം തീയതി വിളിക്കും, സാറേ പട്ടിണിയാണ് കേട്ടോ, വിശപ്പുണ്ട്, ഒരു 1000 ഇങ്ങോട്ട് വിടുവോ? അപ്പൊ ഒരു 1000 വിട്ടു കൊടുക്കും. അങ്ങനത്തെ മാനേജ്മെന്റാ നമുക്ക്. മാസത്തിൽ ഞാനിങ്ങനെ പറയാറുണ്ട്, നമ്മളിപ്പം എന്റെ ഓഫീസിലുള്ള ആളുകളൊക്കെ അവർ വർക്ക് ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ ഒരു സ്വിറ്റ്സർലാൻഡും ഒരു തായ്ലൻഡും ഒക്കെ അടിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ റിട്ടയർ ചെയ്തെന്ന് പോകുന്നതിന് ശേഷം അവർ യാത്ര ചെയ്യുന്നതിനേക്കാളും 10 ഇരട്ടി രാജ്യങ്ങളിൽ ഞാനിപ്പോ പോയി. അവർ ഉപയോഗിക്കുന്നതായിട്ട് നല്ല വണ്ടി ഞാനിപ്പോ ഉപയോഗിക്കുന്നുണ്ട്, അവർ താമസിക്കുന്നതായിട്ട് നല്ല വീട് ഞാനിപ്പോ താമസിക്കുന്നുണ്ട്, അവർ ഉപയോഗിക്കുന്നതായിട്ട് നല്ല ഫോൺ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഒരു ക്ഷമ വേണം. കിട്ടിയ പൈസ അപ്പൊ തന്നെ ഐഫോൺ വാങ്ങലല്ല. ഞാൻ ആദ്യമായിട്ട് ഐഫോൺ മേടിച്ചത് റിട്ടയർമെന്റിന് ശേഷമാണ്. അതും റിട്ടയർമെന്റിന്റെ ക്യാഷ് എടുത്തിട്ടല്ല. റിട്ടയർമെന്റിന്റെ ക്യാഷ് എടുത്തിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. ആ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരു മാസത്തിൽ ഒരു 2 ലക്ഷം രൂപ കിട്ടി. ആ ഫസ്റ്റ് മാസത്തെ പൈസ കൊണ്ട് ഞാൻ ഐഫോൺ മേടിച്ചു. വെറുതെ ക്യാഷ് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോഴത്തെ ഈ 25,000 രൂപക്ക് ശമ്പളം കിട്ടിയിട്ട് ഐഫോൺ വാങ്ങുന്നവന് ആ ഐഫോൺ നടക്കുന്ന 5,000 EMI സേവ് ചെയ്യാം ഒരു കൊല്ലം. ഓന്റെ കയ്യിൽ 1-2 കൊല്ലം കഴിയുമ്പോൾ ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടാവും, അത് ബോണസും ഇതൊക്കെ കൂട്ടിയിട്ട്. ആ 1.5 ലക്ഷം രൂപ കൊണ്ട് അവൻ ബാക്ക് പാക്ക് അടിക്കുക. അവന് ബെൽജിയത്തിൽ ലാൻഡ് ചെയ്ത് അവിടുത്തെ ചോക്ലേറ്റ് ഒക്കെ വാങ്ങി കഴിച്ച് അവിടുന്ന് സ്വിറ്റ്സർലാൻഡിൽ വന്ന് സ്വിറ്റ്സർലാൻഡിന്റെ അടിപൊളി ഭൂപ്രകൃതിയും ഒക്കെ ആസ്വദിച്ച് അവൻ അവിടുന്ന് ഇറ്റലിയിൽ പോയിട്ട് അല്ലെങ്കിൽ ഇവിടെ ഫ്രാൻസിൽ വന്നിട്ട് ഈഫൽ ടവർ ഒക്കെ കണ്ട് അവിടുന്ന് നേരെ ഇറ്റലിയിലേക്ക് പിടിച്ച് റോമൊക്കെ കണ്ട് വെനീസിൽ പോയി അവിടെ നിന്ന് എന്താ പറയാ ബോട്ട് റൈഡ് ഒക്കെ നടത്തി അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ എന്താ പറയാ ഒരു സാക്ഷാത്കാരം ചെയ്തിട്ട് തിരിച്ചു പോരാൻ പറ്റുമോ എമൗണ്ട് കൊണ്ട് 1.5 ലക്ഷം രൂപ ഉണ്ടായാൽ മതി. ബാക്ക് സിമ്പിൾ ആയിട്ട് പോവാം ഹോസ്റ്റലിലൊക്കെ താമസിച്ചിട്ട്. അപ്പൊ ഐഫോണിനേക്കാൾ എത്രയോ വലിയ ലേണിംഗ് ആണ് ഈ ഒരു യൂറോപ്പ് ട്രിപ്പ്, അല്ലെങ്കിൽ ഒരു ആഫ്രിക്കൻ ട്രിപ്പ്, അല്ലെങ്കിൽ കെനിയയിൽ പോയിട്ട് മസായിമാലയിൽ ഒരു 4 ദിവസം താമസിച്ചിട്ട് വരാം, അല്ലെങ്കിൽ സാൻസിബാറിൽ പോയിട്ട് അവിടെ പോയി താമസിച്ചിട്ട് വരാം, അല്ലെങ്കിൽ താൻസാനിയയിൽ പോയിട്ട് താമസിച്ചിട്ട് വരാം, അല്ലെങ്കിൽ നോർത്തേൺ ലൈറ്റ്സിൽ പോയി നോർവേയിൽ പോയി താമസിച്ചിട്ട് വരാം. എനിക്ക് ഇത്രയും പൈസ വേണ്ടു. അപ്പം വി നീഡ് ടു ഡിസൈഡ് when to travel, when to buy iPhone.